ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എഡൈൻ ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻറ്റ്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഇറങ്ങി നേരെ ഫസ്റ്റത്തെ കാണാനെ പട്ടി സാറും പശു സാറും ആണ് കേട്ടോ. ഒരാളുടെ കമ്പനിക്ക് പിടിക്കാൻ നമ്മൾ നേരെ ഓപ്പൺ ജിമ്മിൽ അവിടെ എത്തിട്ടോ. ഓപ്പൺ ജിമ്മിൽ അവിടെ എത്തിയിട്ട് പിന്നെ ജിംനാസ്റ്റിക് ദൈവങ്ങളൊക്കെ സ്മരിച്ച് നമ്മൾ നേരെ സ്റ്റാൻഡിങ് നടന്നിട്ടോ. സ്റ്റാൻഡിലെത്തി 10-15 മിനിറ്റ് കമ്പനിക്കാരെ കാത്തങ്ങനെ നിന്നിട്ടോ. ആ തിരിഞ്ഞിരിക്കണ വ്യക്തിയാണ് പിന്നെ 10-15 മിനിറ്റ് സ്റ്റാൻഡിൽ പോസ്റ്റ് ഇട്ടത്. പിന്നെ കിട്ടിയ ബസ്സിന് ചാടി പിടിച്ച് കയറി നമ്മൾ നേരെ അങ്ങാടിപ്പുറത്തേന് വെച്ച് പിടിച്ചിട്ടോ. അവരെ കണ്ട കനവുണ്ടാണോ എന്തുകൊണ്ടാണാവോ അങ്ങാടിപ്പുറത്തെത്തിയിട്ട് മുടിഞ്ഞ ബ്ലോക്കും അതിൻ്റെ ഒപ്പം നമ്മൾ ബസ്സിലും വേറെ വണ്ടിക്കാർ നമ്മൾ അടിയും. അപ്പം തന്നെ നമുക്ക് തോന്നി ഇത് എന്തായാലും കുറച്ച് നേരം നീണ്ടു നിൽക്കും. അപ്പം നമ്മൾ സ്റ്റോപ്പ് അതിനുള്ളിൽ ചാടി ഇറങ്ങിട്ടോ. പിന്നെ നല്ല സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളൊക്കെ ഒരു വണ്ടികൾ ഇങ്ങനെ നേരെ നിൽക്കുക കേട്ടോ. എന്താ അച്ചടക്കം കാണാൻ എന്താ രസം. പിന്നെ നമ്മൾ സനക്കൊരു ചാറ്റയൊക്കെ കൊടുത്ത് നേരെ നടന്നിട്ടോ. അങ്ങാടിപ്പുറത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുഞ്ഞിരാമാണ് സിനിമയിൽ പറഞ്ഞാൽ കുഞ്ഞിരാമൻ്റെ ഓരോ കല്യാണം മുടങ്ങും ദേശത്തിന് ഓരോ ശാപം കിട്ടിയെന്ന് പറഞ്ഞ പോലെ അങ്ങാടിപ്പുറത്തിൻ്റെ മെയിൻ ശാപം എന്ന് പറയുന്നത് ഈ മേൽപ്പാലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും വിശപ്പിൻ്റെ അസുഖത്തിൽ കൂടുതലാണെങ്കിൽ ഷാ അടിക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിക്കുന്നത് ഈ ചില്ലുംകൂട്ടിലെ കടികളുണ്ട് കേട്ടോ. ദേശീയം കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് അടിക്കുക. പിന്നെ ഒരു ചിക്കറോളും ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ കാണുമ്പോൾ ഒരു വായ്ക്കൊരു നിരത്തി വെച്ചിരിക്കണം കേട്ടോ. കൊലവൽപ്പല്ല എന്നുള്ള പരാതി നമുക്ക് നിർത്തുക, വലിയ കൊല നോക്കി എടുക്കട്ടോ. പിന്നെ അങ്ങനെ നടന്ന അക്കാഡമിക്ക് എത്തിട്ടോ. അതിലത്ത് പിന്നെ നമ്മൾ ആദ്യം കാണുന്നത് പരദൂഷണം കേട്ടോ. പരദൂഷണമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സാറൊന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇന്നത്തെ സെക്ഷൻ തരണം നമുക്ക് ഓൺ വെബ്സൈറ്റ് ക്രിയേഷൻ ചെയ്യുന്നുട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.